നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. കുരുക്കിലായ മദ്യനയം. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാല നിരോധനത്തിൽ ബദൽ മാർഗങ്ങൾ തേടി സർക്കാർ. പ്രശ്നപരിഹാരത്തിന് അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. എക്സൈസ് മന്ത്രി G. സുധാകരന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ച. പാതയോരത്തെ പൂട്ടിയ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കാൻ സർക്കാർ 3 മാസത്തെ സാവകാശം തേടും. ഇതു സംബന്ധിച്ച ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനം. കള്ളുഷാപ്പ് വഴിയും വിദേശ മദ്യം വിതരണം ചെയ്യാനാകുമോ എന്ന കാര്യത്തിലും പരിശോധന. ഭൂരിഭാഗം മദ്യശാലകളും പൂട്ടിയതോടെ 5000 കോടിയുടെ വരുമാന നഷ്ടം പ്രതീക്ഷിക്കുന്നതായി സർക്കാർ. നിലവിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ വൻ തിരക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ആശങ്ക. അതിനിടെ മാവേലി സ്റ്റോർ മാതൃകയിൽ സഞ്ചരിക്കുന്ന മദ്യവിൽപ്പനശാലകൾ തുടങ്ങണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ച് എക്സൈസ് വകുപ്പ്. ദേശീയപാതയോരത്ത് മദ്യശാലകൾ വേണ്ടെന്ന സുപ്രീം കോടതി ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കണമെന്ന് MM ഹസൻ. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കരുതെന്നും കോൺഗ്രസ്. അതേസമയം കള്ളുഷാപ്പ് വഴി വിദേശ മദ്യം നൽകണമെന്ന G. സുധാകരന്റെ നിർദ്ദേശം തള്ളി കോടിയേരി. അക്കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് പ്രതികരണം. കയ്യേറ്റങ്ങളുടെ മൂന്നാർ സംരക്ഷണത്തിന് സർക്കാരിന് മുന്നിൽ 15 ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമരസമിതി. തലമുറകളായി മൂന്നാറിൽ താമസിക്കുന്നവർക്കും പട്ടയം നൽകണമെന്ന ആവശ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക പദ്ധതി വേണമെന്നും സമരസമിതി. അതിനിടെ മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നടപടി ശക്തമാക്കി സർക്കാർ. ചെറുകിടക്കാർക്ക് എതിരെ മാത്രം നീങ്ങി ഒഴിപ്പിക്കൽ പാളരുതെന്ന് റവന്യൂ സെക്രട്ടറിക്ക് മന്ത്രിയുടെ നിർദ്ദേശം. വൻകിട കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് 1 മാസത്തിനകം നൽകാനും ഉത്തരവ്. കയ്യേറ്റ മാഫിയക്കെതിരെ നടപടി പുരോഗമിക്കവേ മൂന്നാറിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ UDF സത്യാഗ്രഹം. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ആവശ്യം. KPCC അധ്യക്ഷൻ MM ഹസൻ രാവിലെ ഉദ്ഘാടനം ചെയ്ത സത്യാഗ്രഹം സേവ് മൂന്നാർ വൈകിട്ട് 5 മണി വരെ. ചതിക്കുഴിയിൽ മൊഴി തേടി. മുൻമന്ത്രി AK ശശീന്ദ്രനെതിരായ ഫോൺ വിവാദത്തിൽ ചാനൽ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. ചാനൽ മേധാവി ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് 7 പേർ. സംഭവത്തിന് പിന്നാലെ ചാനലിൽ നിന്ന് രാജിവെച്ച മാധ്യമപ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുക്കാനും നീക്കം. ഇന്നലെ ചാനൽ ആസ്ഥാനത്ത് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയെങ്കിലും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. ജീവനക്കാരിൽ നിന്നുൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപ്. അതേസമയം കേസിൽ ചാനൽ മേധാവി അടക്കം 9 പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് മറ്റന്നാൾ. അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യത്തിൽ ഉറപ്പു നൽകാനാവില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി. CBIക്ക് നോട്ടീസ്. ഫസൽ വധക്കേസിൽ CBIക്ക് ഹൈക്കോടതി നോട്ടീസ്. കൊലപാതകത്തിൽ RSSന് പങ്കുണ്ടോ എന്നും പുതിയ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സഹോദരൻ നൽകിയ ഹർജിയിലാണ് നടപടി. 2006 ഒക്ടോബർ 22-ന് തലശ്ശേരിയിൽ നടന്ന ഫസൽ വധത്തിൽ CPM നേതാക്കളാണ് പ്രതിപട്ടികയിൽ. നടുക്കം മാറാതെ റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇന്നലെ ഉണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. കുട്ടികൾ ഉൾപ്പെടെ 50-ലധികം പേർക്ക് പരിക്ക്. പ്രസിഡന്റിന്റെ സന്ദർശന വേളയിലുണ്ടായ സ്ഫോടനത്തിന് ഭീകരബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം. അപകടത്തെ അനുശോചിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സ്ഫോടനം ഇന്നലെ വൈകിട്ട് 6 മണിയോടെ സബ്വേയിലൂടെ ട്രെയിൻ കടന്നുപോകവേ. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു നിർവീര്യമാക്കിയെങ്കിലും സ്ഫോടനത്തിൽ ഉപയോഗിച്ച വസ്തു ഏതെന്ന് തിരിച്ചറിയാനായിട്ടില്ലെന്ന് ദേശീയ ഭീകരവിരുദ്ധ സമിതി. നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയതായി മോസ്കോ ഡെപ്യൂട്ടി മേയർ മാക്സിം ലിക്സ്തോ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.